കൂടാതെ നമ്മുടെ IBPS Clerk Preക്ക് വരാൻ സാധ്യതയുള്ള സിംപ്ലിഫിക്കേഷൻ ആർക്കുള്ള ചെയ്യാൻ പോകുന്നത്. നോക്കി 25% 48 പ്ലസ് 50% 120 ഈക്വൽ ടു ഡാഷ് പെർസെൻറ്റേജ് ഓഫ് 1200. ഇപ്പോൾ 25% 48, 25% എന്ന് പറഞ്ഞാൽ 1/4. ഇത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ 12 എന്ന് കിട്ടും. 50% എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ 100ൻ്റെ പകുതി എടുത്താൽ 60 കിട്ടും. 60 12 കൂട്ടിയാൽ 72. 72 ഈക്വൽ ടു 1200% ഓഫ് എത്രയാണോ. അപ്പോൾ ഇവിടെ ഈ പെർസെൻറ്റേജിൻ്റെ ബൈ 100ഉം ഈ 2 സീറോയും കൂടെ പോകും. അപ്പോൾ സംതിങ് ഇൻറ്റു 12 കിട്ടും. 12 ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ 6 കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ 6. അടുത്തത് 150% 56 പ്ലസ് 56% ഓഫ് 140. നോക്കി നമുക്കറിയാം A% ഓഫ് B എന്ന് പറയുന്നതും B% ഓഫ് A എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് ഈ പെർസെൻറ്റേജ് ഇതിങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ നോക്കി 150% 56 പ്ലസ് 150% ഓഫ് 56. രണ്ടിടത്തുനിന്നും ആ 150% പുറത്തെടുത്ത് കഴിഞ്ഞാൽ അകത്ത് 56 പ്ലസ് 56 വരും. അതായത് 100ഉം 12ഉം 112. അപ്പോൾ 112 ഇൻറ്റു 150%, അതായത് 140/100. ഈ സീറോയും പോയി. 112 ഇൻറ്റു 14 ചെയ്യുക. അപ്പോൾ എത്ര ഇടും? 112 ഇൻറ്റു 10 ചെയ്താൽ 1120. 112 ഇൻറ്റു 4 ചെയ്താൽ 448. അപ്പോൾ 8 6 5 1 156 8. ഒരു പോയിന്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ 156 ഇട്ടുന്നിട്ട് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് 1/8 ഓഫ് 6/7 ഓഫ് 11200. 1/8 ഓഫ് 6/7 ഓഫ് 11200. 7 56. 56 ഇൻറ്റു 2 ചെയ്താൽ 112. അപ്പോൾ 6 12 1200 കിട്ടും നമ്മുടെ ആൻസർ. അടുത്തത് 3/5 ഓഫ് 24% 500 മൈനസ് 32. 24% 500. ഈ പെർസെൻറ്റേജ് ഇങ്ങോട്ട് എടുത്താലും സെയിം ആൻസർ കിട്ടത്തുള്ളൂ. അപ്പോൾ നോക്കി 24ൻ്റെ 500%. 500% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 5 ചെയ്താൽ മതി. 24 ഇൻറ്റു 5 ചെയ്താൽ 100 20 120. 120 ഇൻറ്റു 3/5 ചെയ്യുക. 5 ഇൻറ്റു 24 120. 24 ഇൻറ്റു 3 ചെയ്താൽ 72 കിട്ടും. 72 32 കുറച്ച് കഴിഞ്ഞാൽ 40 കിട്ടും ആൻസർ. അടുത്തത് 17/29. ഓക്കെ, 17/29 ഇൻറ്റു 87/102 ഇൻറ്റു 48/27 ഇൻറ്റു 3/2. എല്ലാം കൂടെ വെട്ടി ചെറുതാക്കുക. അപ്പോൾ നോക്കി 29 ഉണ്ട്. 29 ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ 60 27 87. അപ്പോൾ ഇത് അങ്ങോട്ട് ഇട്ടുക, 3 എന്ന് കിട്ടും. ഇനി 17 ഇൻറ്റു 6 102. 3 ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ 2 എന്ന് വരും. ഇനി 2 4 ഉണ്ട്. 4 വെള്ളി കിട്ടിയാൽ 12. ഇനി 12 ഇൻറ്റു 3 ചെയ്താൽ 36. താഴെ 27. 9 വെച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടെ 4 ഇവിടെ 3 വരും. 4/3 ചെയ്താൽ 1 and 1/3 എന്ന് കിട്ടും. അടുത്തത് ഓക്കെ, ഇത് ഈ ക്വസ്റ്റിൻ്റെ റിപ്പീറ്റേഷൻ ആണല്ലോ, അപ്പോൾ അത് വിട്ടേക്കുക. അടുത്തത് 63 പ്ലസ് 371/7. 7 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ 7 5 35. പിന്നെ 2 3 53 61 കൂട്ടി കഴിഞ്ഞാൽ 110 116 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് 36 പ്ലസ് 451/11. ഇതിനെ 11 വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ 41 വരും. 41 36 കൂട്ടി കഴിഞ്ഞാൽ 70 77 എന്നിട്ട് ആൻസർ. അടുത്തത് 5/1/6 മൈനസ് 3 and 4/9 പ്ലസ് സംതിങ് ഈക്വൽ ടു 7/3 ഇൻറ്റു 4 and 1/6. ഓക്കെ, ഇതങ്ങ് ചെയ്യുക. 7/3 ഇൻറ്റു 4 and 1/6 എന്ന് പറഞ്ഞാൽ 27 25/6 ഗുണിച്ച് കഴിഞ്ഞാൽ 140 35 175 /36 18 എന്ന് വരും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. പിന്നെ 5/1/6 മൈനസ് 3 and 4/9 ഇതങ്ങ് സിമ്പിൾ ആയി കഴിഞ്ഞാൽ 31/6 മൈനസ് ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ 27 4 31/9. ഇവിടെ 31 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1/6 മൈനസ് 1/9 വരും. അത് ചെയ്ത് കഴിഞ്ഞാൽ 9 നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ 3 3/6 × 9 3 താഴത്തേക്ക് കിട്ടിയാൽ 2. അപ്പോൾ 31/18 എന്ന് വരും. പ്ലസ് എക്സ് ഈക്വൽ ടു 175/18. അപ്പോൾ ഈ 31/18 അങ്ങോട്ട് പോവുക. 175 നിന്ന് 31 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 144 എന്ന് വരും. 147/18. 18 ഇൻറ്റു 8 147. അപ്പോൾ ആൻസർ കിട്ടി 8. അടുത്തത് 56 പ്ലസ് 12 ഇൻറ്റു 0.45 മൈനസ് 3. ഓക്കെ, 56 മൈനസ് 3 ചെയ്യുക. അപ്പോൾ 53 കിട്ടും. പിന്നെ പ്ലസ് അല്ലേ, 53നേക്കാളും വലുതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഇത് വരത്തില്ല. പിന്നെ ഇതുണ്ട് പിന്നെ നൺ ഓഫ് ദീസ് ഉണ്ട്. ഓക്കെ, ഇനി 12 ഇൻറ്റു 0.45 ചെയ്യുക. അപ്പോൾ 0.45 ഇൻറ്റു 10 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 4.5 എന്ന് കിട്ടും. ഇനി 0.45 ഇൻറ്റു 2 ചെയ്യുക. 0.45 45ൻ്റെ ഇരട്ടി 90. അപ്പോൾ 0.9 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 5.4 വരും. 53 5.4 കൂട്ടി കഴിഞ്ഞാൽ 58.4 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് 85% of 4/7 of 6755 equal to something plus 1678. ഓക്കെ, 85% ഇൻറ്റു 4/7 ഇൻറ്റു 6755. ഈ 7 ഇങ്ങോട്ട് വെട്ടാൻ പറ്റിയ എളുപ്പമായിരുന്നു. നമുക്ക് വെട്ടി നോക്കാം. 7 63, പിന്നെ 4 7 42, പിന്നെ 5. ഓക്കെ, ഇനി ഇവിടെ 4 ഉണ്ട്, 85 ഉണ്ട്, 965 ഉണ്ട്.
4നെ 2 × 2 ആക്കുക. ഒരു 2 ഇങ്ങോട്ട് കൊടുക്കുക, ഒരു 2 ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? ഇവിടെ ഇരട്ട എടുത്താൽ 160 170 വരും. താഴെ ഒരു 100 ഉണ്ടേ. 965ൻ്റെ ഇരട്ട എടുത്ത് കഴിഞ്ഞാൽ 1800. പിന്നെ 65ൻ്റെ ഇരട്ട എടുത്ത് കഴിഞ്ഞാൽ 170 130. അപ്പോൾ 1800 130 കൂട്ടി കഴിഞ്ഞാൽ 1930 വരും. ഇനി ഈ 0 പോയി, ഈ 0 പോയി. ഇപ്പോൾ 193 × 17 ചെയ്താൽ മതി. 193 17. 71 ശിഷ്ടം 2, 63 5, 68 8 ശിഷ്ടം 6. ഇനി 9 7 16 6 22 2 ശിഷ്ടം 2. 1 1 2 3 3281 വരും. അപ്പോൾ ഇത്രയും സാധനം പോയിട്ട് 3281 വന്നു. അതിൽ നിന്ന് 1678 കുറയ്ക്കണം. 8 3 11. അപ്പോൾ ഇത് 8ആയി 0. പിന്നെ 6 6 12. അപ്പോൾ ഇത് 2ആയി 1 1603 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത്. സോറി, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളിവിടെ ഇപ്പോൾ പെട്ടെന്ന് കുറച്ചില്ലേ, ഇത് എങ്ങനെ ഇങ്ങനെ കുറയ്ക്കുന്നതെന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മെയിലിൽ ഇട്ടേക്കാം, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അടുത്തത് 1.05% ഓഫ് 110 പ്ലസ് 1.05% ഓഫ് 130. ഓക്കെ, ഇവിടെയും 1.05%, ഇവിടെയും 1.05%. അത് കോമൺ എടുത്തു കഴിഞ്ഞാൽ 1.05% ഓഫ് 110 130 കൂട്ടി കഴിഞ്ഞാൽ 240 വരും. ഇനി പെർസെൻറ്റേജ് ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ 240% ഓഫ് 1.05. അപ്പോൾ 240% എടുക്കണം. ഇതിൻ്റെ 240% എന്ന് പറഞ്ഞാൽ 200% പ്ലസ് 40%. 1.05ൻ്റെ 200% അതിൻ്റെ ഇരട്ടി. അപ്പോൾ 0.05 × 2 ചെയ്ത് കഴിഞ്ഞാൽ 0.1 കിട്ടും. ഇനി ഇതിൻ്റെ 40% എടുക്കണം. 1.05ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 0.105 ആണ്. അപ്പോൾ 40% എന്ന് പറഞ്ഞാൽ അത് × 4 ചെയ്യുക. 105 × 4 ചെയ്ത് കഴിഞ്ഞാൽ 400 20 420 വരും. 3 പോയിൻ്റ് ഇടുക. അപ്പോൾ 0.42 വരും. 0.42 രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 2.52 വരും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് √5 - 1. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട് കേട്ടോ, ഇടാൻ മറന്നു പോയതാണ്. ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് -2 √5. ഇതിൻ്റെ സ്ക്വയർ എടുക്കും. a - b സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ a² + b² - 2ab. അപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ √5ൻ്റെ സ്ക്വയർ, അതായത് 5 പ്ലസ് b² സ്ക്വയർ 1 സ്ക്വയർ 1 മൈനസ് 2ab 2 × √5 × 1. അപ്പോൾ 2 √5 എന്ന് തന്നെ കിട്ടും. ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് -2 √5. ഇവിടെയും -2 √5, ഇവിടെയും -2 √5. അത് ഇതും പോകും. അപ്പോൾ x = 5 1 6 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് √4356 ബൈ ബ്രാക്കറ്റിനകത്ത് 11/4 ഈക്വൽ ടു റൂട്ടിനകത്ത് ക്വസ്റ്റ്യൻ മാർക്ക് × 6. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എടുക്കുക. എങ്ങനെ എടുക്കും? ഇത് 4356 ആണ്. 70ൻ്റെ സ്ക്വയർ എടുത്താൽ 4900 ആയ, 60ൻ്റെ സ്ക്വയർ എടുത്താൽ 3600 ആയ. ഇത് 43 56 അല്ലേ? അപ്പോൾ ഇതിനും ഇടയ്ക്കായിരിക്കും. ഇനി 65ൻ്റെ സ്ക്വയർ എടുത്താൽ 6 7 42 42 25 ആയിരിക്കും. ഇത് 4356 അല്ലേ? അപ്പോൾ 45-നേക്കാളും മുകളിലായിരിക്കും. 45-നേക്കാൾ മുകളിൽ ലാസ്റ്റ് ഡിജിറ്റ് 6 ഉണ്ടെങ്കിൽ അത് എത്രയായിരിക്കണം? 65 66 ആയിരിക്കണ്ടേ? 66-ന് മാത്രമല്ലേ ലാസ്റ്റ് ഡിജിറ്റ്. 66 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് 6 വരത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 66. ഇനി 66 ഡിവൈഡഡ് ബൈ 11/4. 11/4 66/11/4. അപ്പോൾ 4 മുകളിൽ പോകും. ഇതിങ്ങോട്ട് വിട്ട് 6 6 4 24. 24 ഈക്വൽ ടു റൂട്ടിനകത്ത് ക്വസ്റ്റ്യൻ മാർക്ക് × 6. 6 അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ 4. രണ്ടിടത്തും സ്ക്വയർ എടുക്കുക. അപ്പോൾ x = 16 കിട്ടും. അടുത്തത് 2/7 1/8 പ്ലസ് 3/7 ഡിവൈഡ് ബൈ 6/14. ഓക്കെ, 2/7 × 1/8 അപ്പോൾ × 1/8 പ്ലസ് 3/7 ഡിവൈഡഡ് ബൈ 6/14. അപ്പോൾ അതും തിരിച്ചിടുക. 14/6 ഇടുക. 7 അങ്ങോട്ട് ഇട്ടിയാൽ 2 3 താഴത്തേക്ക് ഇട്ട് 2. ഇപ്പോൾ 2/2 1 എന്ന് കിട്ടും. ഇത് താഴത്തേക്ക് കിട്ടും. അപ്പോൾ 4. ഇത് 1/28 എന്ന് വരും. അപ്പോൾ 1 + 1/28 ഇത് ചെയ്താൽ എത്ര കിട്ടും? 1 പോയിൻറ്റ് സംതിങ് അല്ലേ വരത്തുള്ളൂ. ഓപ്ഷൻസ് നോക്കിയേ. 10 1 50 490. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 1 അല്ലേ? അപ്പോൾ 1 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ പഠിക്കാം.